ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്നത് മാർക്കോസിനെ കുറിച്ചാണ്. ഗെത്സമേൻ തോട്ടത്തില് പത്രോസ് ചെവി ചെയ്യിച്ച് അറിഞ്ഞ വ്യക്തി, ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ സേവകരിൽ ഒരാളും പടയാളിയുമായിരുന്നു മാർക്കോസ്. ഈ മാർക്കോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മൈ കിങ്, കിങ്ഡം അല്ലെങ്കിൽ കൗൺസിലർ എന്നൊക്കെയാണ്. ഇതിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ പ്രവൃത്തി ചെയ്തത് പത്രോസ് ആണെന്ന് കാണിക്കുന്നത്. അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈശോ മാർക്കോസിനെ സൗഖ്യം നൽകുന്നതായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഈ 4 സുവിശേഷകന്മാരെടുത്താലും ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും അവസാനം ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ് ഈ സൗഖ്യം, മാർക്കോസിന് നൽകുന്ന സൗഖ്യം. നമ്മുടെ ഇന്നത്തെ സന്ദേശം ഈശോ നമുക്ക് നൽകുന്നത്, ഈശോ 24/7 അവേഴ്സും ഈശോ സന്നദ്ധനാണ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട്. ഇവിടെ തീവ്ര വേദനയാൽ ഗെത്സമേൻ തോട്ടത്തില് സ്വയം വേദനിച്ച് കഴിയുന്ന ഈശോ മാർക്കോസിന് സൗഖ്യം നൽകാൻ മറന്നില്ല എന്നതാണ് വലിയൊരു ചിന്ത നമുക്കിവിടെയുള്ളത്. ഈശോ തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ മുൻപിൽ വരുന്നവർക്ക് വേണ്ടി ഈശോ റെസ്റ്റ് ഇല്ലാതെ, തന്റെ വേദന പരിഗണിക്കാതെ 24/7 അവേഴ്സും ഏത് സമയത്തും ഈശോ നമുക്ക് വേണ്ടി തയ്യാറാണ്. നമ്മളെ സ്പർശിക്കാൻ, നമുക്ക് സൗഖ്യം നൽകാൻ, നമുക്ക് ഈശോയുടെ അടുക്കിലേക്ക് ഓടിയണയാം. ഈശോ നമ്മളെ സഹായിക്കും.